ഹലോ, ഐ വിനോദ് ചെറിയൻ. ഇത് എൻ്റെ വൈഫ് ആൻസി. ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. ഞങ്ങൾ US സെറ്റിൽഡ് ആണ്. തറവാട് ഇവിടെ തൃപ്പൂണിത്തുറ അടുത്താണ്. ആൻസിയുടെ വീട് ഇടുക്കിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി വളർന്നു വന്നപ്പോൾ നമുക്ക് ഫാമിലി എല്ലാം അക്കോമഡേറ്റ് ആവുന്ന ഒരു സ്പേസ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നാട്ടിൽ ഒരു വീട് പണിതാലോ, തറവാടിൽ നിന്ന് മാറി ഒരു വീട് പണിതാലോ എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ജേർണിയുടെ ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ആൻസിയാണ് ആക്ച്വലി കസാഡൽ ബിൽഡേഴ്സിൻ്റെ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോടൊക്കെ അന്വേഷിച്ചിരുന്നു ഇവിടെയുള്ള ബിൽഡേഴ്സ് ഏതൊക്കെയാണ്. അപ്പം ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ ബിൽഡേഴ്സും ഉണ്ട്, ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള ബിൽഡേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പ്രോജക്ട്സ് നോക്കി, എക്സാമ്പിൾ പ്രോജക്ട്സ് നോക്കി, അവരുടെ കംപ്ലീറ്റ് പ്രോജക്ട്സിൻ്റെ യൂട്യൂബ് വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ടെസ്റ്റിമോണിയൽസ് ഇതൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ നമ്മൾക്ക് NRI ഫാമിലി ആയതുകൊണ്ട് നമ്മൾ അവിടെ കണ്ടേക്കുന്ന വീടുകളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു സ്പേഷ്യസ് കണ്ടീഷൻ ഇല്ലാതെ കുറച്ച് സ്പേസിൽ ഒരു വീട് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ള പല കൺസെപ്റ്റുകളും, അതേപോലെ ഓപ്പൺ കിച്ചൺ ഇങ്ങനെയുള്ളത്, പിന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചുറ്റുമുള്ള ഒരു മനോഹരമായ ഒരു സ്പോട്ടിലായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ ഇങ്ങനെ കസാഡൽ ബിൽഡേഴ്സിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് കണ്ടു. അപ്പോൾ ഇവരുടെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറെ കുറേ പ്രോജക്ട്സുകൾ ആ സമയത്ത് ഓൺഗോയിങ് ആയിരുന്നു. പാലുവയിലൊക്കെ ഉള്ള പ്രോജക്ട്സുകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഒരു സ്പെസിഫിക്കേഷൻ ഞങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാൽ എയർപോർട്ടിനുള്ള ആക്സസ്, അതേപോലെ ഇൻഫോ പാർക്കിനോട് അടുത്തുള്ള ലൊക്കേഷൻ, പിന്നെ കുട്ടികൾ ഞങ്ങൾ പറഞ്ഞില്ലേ 3 കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ആക്സസ് ഒക്കെ ഉള്ള, ഇപ്പോൾ വീഗാലാൻഡ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആക്സസും ഈ ഒരു സ്പോട്ടിന് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ റോഡ് ഹൈവേ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഹൈവേയിലേക്കാണ് ഇതിൻ്റെ എക്സിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഞങ്ങൾ നോക്കിയ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ബട്ട് സിറ്റീന് എവേ, ഒരു കുറച്ച് ദൂരം സിറ്റീന് എവേ ആയിട്ടുള്ള ലൊക്കേഷനുമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ കടമ്പ്രയാറോ അങ്ങനെ വളരെ നേച്ചർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് എത്തിയത്. അപ്പം ഓവറോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആർക്കിടെക്ചർ ഡിസൈൻ തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഒരു മോഡേൺ കൺസെപ്റ്റും പിന്നെ ട്രഡീഷണൽ ഇങ്ങനെ ബ്രിക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പ്ലാനായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫൈനലി എല്ലാ പ്രോജക്ട്സുകളും നോക്കിയിട്ട് ഇപ്പോൾ ആഫ്റ്റർ ദ റെയിനിൽ ഒരു സ്പോട്ട് നമ്മൾ ബുക്ക് ചെയ്യുക, അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം വളരെ അട്രാക്റ്റീവായി തോന്നിയത്, ഒന്നൊരു വില്ല കോംപ്ലക്സ് ആണ്. അപ്പോൾ അടുത്തടുത്ത് നെയ്ബേഴ്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഹൗസസ് ആണ്. അത് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് പുറത്തൊരു നല്ല യൂണിഫൈഡ് ലുക്ക് ഉണ്ട്. പക്ഷേ ഇൻറ്റേർണലി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന ഡിസൈൻ പോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് റൂംസ് സ്പേഷ്യസ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അത് ഒബ്വിയസ്ലി വില്ലയുടെ ഒരു ഇതായതുകൊണ്ട് ഒരുപാട് ലാൻഡ് സ്പേസ് ഇല്ല നമുക്ക്. അപ്പോൾ ഞങ്ങൾ ആർക്കിടെക്റ്റ് ശാലുവിൻ്റെ കൂടെ കുറേ ഇൻറ്ററാക്റ്റീവ് ആയിട്ട് ഒത്തിരി ഇൻവോൾവ് ചെയ്ത് കുറേ ടൈംസ് നമ്മൾ നമ്മുടെ ചോയ്സസും ഇൻട്രസ്റ്റ് എല്ലാം പറഞ്ഞ് ശാലു കുറേ നാൾ വർക്ക് ചെയ്താണ്, പല ഇറ്ററേഷൻസ് ചെയ്താണ് ഈ ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റും, അതേപോലെ നമുക്ക് ഡൗൺ സ്റ്റേഴ്സിൽ 1 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂം അങ്ങനത്തെയുള്ള കൺസെപ്റ്റുകൾ. അപ്പോൾ അതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് അറ്റാച്ച്ഡ് ബാത്റൂംസും എല്ലാം വേണമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ആ ചെറിയ സ്പേസിൽ ഇതെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അത് ശാലു ചെയ്തു. അതേപോലെ തന്നെ ഓപ്പൺ കിച്ചണിൽ തന്നെ ഇപ്പോൾ ഓരോ സെഗ്മെൻറ്റിലാണെങ്കിൽ നമുക്ക് ഓരോ പൊസിഷനും, ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ, ഇതെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇറ്റ് വാസ് റിയലി ടഫ്. കാരണം ഒരുപാട് സ്പേസ് ഇല്ല നമുക്കാണെങ്കിൽ ഒരേ അപ്ലയൻസസ് ഒക്കെ ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആക്ച്വലി വളരെ ഇൻവോൾവ് ആയിട്ട് അവരുടെ ടീം അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമ്മുടെ ഒരുപാട് ഇൻസൈറ്റ്സും റിവ്യൂസും ഒക്കെ അതിനകത്ത് കൊടുത്ത് നമുക്കൊരു ഫൈനലി ഒരു ബ്യൂട്ടിഫുൾ ഫൈനൽ ഡിസൈനിലേക്ക് എത്താൻ പറ്റി. അതുപോലെ ഈ ആർക്കിടെക്ചറിൽ ഒരു കാര്യം അവർ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരുന്നത്, ഈ വീട്ടിൽ ആക്ച്വലി ഒരു ഹാഫ് 2 സ്റ്റോറീസാണ്, ഒരു ഹാഫ് 3 സ്റ്റോറീസാണ്. ഞങ്ങൾ ആർക്കിടെക്റ്റിനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ റിക്വയർമെൻറ്റ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ്റ്റീരിയർ എലിവേഷൻ ചേഞ്ച് ചെയ്യാതെ എങ്ങനെ ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കാമെന്ന് അവർ ഡിസൈൻ ഉണ്ടാക്കി തന്ന, അവർ പറഞ്ഞു തന്ന ഡിസൈനാണ്. അത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു നല്ലൊരു ഇഫക്റ്റായിട്ട് മാറി. അപ്പോൾ ആളുകൾ വരുമ്പോൾ ഞങ്ങളുടെ ലിവിങ് റൂം നല്ല ഹൈ സീലിംഗ് ആണ്. അതിൻ്റെ മുകളിൽ ഒരു ബെഡ്റൂം ഉണ്ട്. അത് കഴിഞ്ഞ് കോണി കയറി ചെല്ലുമ്പോൾ അത് 3 ഫ്ലോർസായിട്ടാണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, പിന്നെ ഒരു ആറ്റിക്കായിട്ട്. അപ്പോൾ അങ്ങനെ യൂട്ടിലിറ്റിയും ഞങ്ങളുടെ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ചേർത്ത് ആ ഒരു കംപ്ലീഷൻ വാവ് ഫീലിംഗിലേക്കുള്ള ഒരു ആർക്കിടെക്ചർ അവർ പറഞ്ഞു തന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന ഗസ്റ്റൊക്കെ അത് കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് അവർക്കെല്ലാം ഇഷ്ടമായി, ഒരു ഡിഫറെൻറ്റ് യുണീക്ക് ഫീൽ തരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നല്ലതായിരുന്നു. ഒരു കിച്ചണിലെ ഒരു ഹൈലൈറ്റ് എടുത്തു പറയാനുള്ളത്, ഒരു കിച്ചൺ ഐലൻഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളവിടെ US മിക്ക വീടുകളും കണ്ടിട്ടുള്ളതാണ്. നമ്മളവിടെ ഒരു ഇൻറ്റിമേറ്റ് ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ ഫാമിലി ടൈമിനായിട്ട് വളരെ കൺവീനിയൻ്റ് ഉള്ളതാണ്. അത് ഇവിടെ സാധാരണ ഡിസൈനിൽ കാണാറുള്ളതല്ലെങ്കിലും ഞങ്ങളത് പറഞ്ഞ് അത് ഡിസൈൻ ചെയ്തുണ്ടാക്കി. അത് ഞങ്ങൾക്ക് കിച്ചണിൽ ഒരു വളരെ ഇഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു എലമെൻ്റാണത്.
അപ്പോൾ ഈ റിമോട്ട്ലി പ്രോജക്റ്റ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ മന്ത്ലി അപ്ഡേറ്റ്സ് അയക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട്ലി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ റിമോട്ട്ലി ഇരുന്ന് ചെയ്തതാണെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഇത് എന്താണ് ഓരോ സ്റ്റേജിലും നടക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് നോക്കാമെന്നൊക്കെ ഉള്ള ഒരു തോട്ടിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഈ പ്രോജക്റ്റുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ലൂപ്പും വളരെ ആക്റ്റീവായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫീലേ വന്നില്ല. നമുക്കിവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുമായിരുന്നു. പിന്നെ അവരുടെ ടീം ഈസ് ഓൾവേസ് അവൈലബിൾ. ഇപ്പോൾ നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടൈം ആണെങ്കിൽ ദേ ആർ ഓൾവേസ് അവൈലബിൾ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുക, ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് തരും. സോ അപ്പം അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പെസിമിസം ഉണ്ടായിരുന്നു ആദ്യം ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സൈറ്റിലില്ലാത്തത് കൊണ്ട്. പക്ഷേ ഇത് കസള ഗ്രൂപ്പിൻ്റെ കൂടെ ചെയ്ത് അവരുടെ ടീമെല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അവരുടെ വർക്കിംഗ് മോഡലിൽ ഇങ്ങനെ റിമോട്ട്ലി വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ ഒരു ഹോം ഓഫീസ് ഉണ്ടാകുക എന്നുള്ളത് ഒരു വൺ ഓഫ് ദ സ്ട്രോങ് റിക്വയർമെൻ്റ് ആയിരുന്നു എനിക്ക് ഇന്ന് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരുടെ ഡിസൈനിൽ ഒരു ആറ്റിക് സ്പേസ് എല്ലാ വില്ലയിലും ഇടുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ അതിങ്ങനെ ലിവിങ് സ്പേസിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഫിസിക്കലി സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഹോം ഓഫീസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ കുട്ടികളും ഇവരൊക്കെ താഴെ കളിക്കുകയോ യുനോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മുകളിലിരുന്ന് സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ ഇന്നത്തെ ഇപ്പോഴത്തെ ഇതിൽ കുറേ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനും വർക്ക് ഫ്രം ഹോം ചെയ്യാറുണ്ട്. സോ അപ്പോൾ അതിനൊക്കെ ആയിട്ട് സൗകര്യപ്പെടുന്ന വിധത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ബാക്ക് സൈഡിൽ ഞങ്ങളൊരു ഗാർഡൻ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇങ്ങനെ നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ പറയുന്ന പോലെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 1.5 years ലോങ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് വളരെ ബ്യൂട്ടിഫുള്ളായി സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കസാഡലിൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ ടൈം ലൈനിൽ തന്നെ അതിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 കീ ഹാൻഡ് ഓവർ ചെയ്തു. വീട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ ആ ദിവസം തന്നെ മൂവിൻ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വെക്കേഷൻ്റെ ഒരു പാർട്ട് ഓഫ് ദ വെക്കേഷൻ ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് കിഡ്സ് ആൻഡ് all of us are very happy about it. We are super excited. And വന്ന ഗസ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹൗസ് വാമിൻ്റെ സമയത്തൊക്കെ എല്ലാവരും വന്നതിൽ വളരെ നല്ല ഒരു റിവ്യൂവും ഫീഡ്ബാക്കുമാണ് കിട്ടിയത് about the exterior of the house, location and also the interior designs and overall layout of the house. We are super excited and happy. Stay happy with Casado.